ഹലോ മക്കളെ, അപ്പൊ മിസ് എന്ന് വന്നേക്കുന്നത് നമ്മുടെ +1 മാത്തമാറ്റിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു വൺ ഷോട്ട് വീഡിയോ ആണ്. നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എടാ, നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പക്ഷെ ഉണ്ടല്ലോ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന പോർഷൻ നമുക്ക് നമ്മുടെ +1 നിന്ന് എടുത്തു കളഞ്ഞു. നമുക്കിപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, നോക്കിയേ, x² + 1 = 0. ഇതിൽ നമ്മൾ x = എന്ന് എഴുതുമ്പോൾ എന്ത് വരും? ആദ്യം x² = -1, x = √−1 എന്ന് വരും അല്ലേ. അപ്പൊ ഈ √−1നെ നമ്മൾ എന്ത് ചെയ്യാം? √−1നെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ഒരു ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോവാണ്, i. എന്താണ്? ഈ √−1നെ നമ്മളൊരു പേരിട്ടു, എന്താണ്? i. ഒരു ഇമാജിനറി നമ്പർ ആയിട്ട് i എന്ന് നമ്മൾ കൊടുത്തു. അപ്പൊ എന്താണ്? √−1 എന്ന് പറയുന്നത് i ആണെങ്കിൽ iയുടെ സ്ക്വയർ എന്തായിരിക്കും? i². യെസ്, i² എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇനി ഇവിടെ നോക്കി, ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ? √−7. ഇതിനെ നമ്മൾ ഐയുടെ ടേമിലേക്ക് എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യും? i കൂടെ ഉള്ള രീതിയിൽ നമ്മൾ എങ്ങനെ എഴുതും? സിമ്പിൾ ആടാ. ഈ √−7നെ നമുക്ക് എങ്ങനെ എഴുതാം? √7 × √−1 എന്ന് എഴുതത്തില്ലേ? ഈ √−1 എന്ന് പറയുന്നത് എന്താണ്? i അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? √7 i എന്ന് എഴുതാം. i എഴുതിയപ്പോൾ നോക്കിക്കോണം, i വരുന്നത് ആ റൂട്ടിന് വെളിയിലാണ്, പുറത്താണ് നമ്മൾ എഴുതുന്നത്. റൂട്ടിനകത്ത് i ഒരിക്കലും എഴുതത്തില്ല. ബിക്കോസ് എന്താ? ഐയുടെ വാല്യൂ എന്താണ്? √−1 എന്നാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ അത് എഴുതി. ഇനി ഇപ്പൊ ഇത് നോക്കിക്കേ, ഈ √−15 നമ്മൾ എങ്ങനെ എഴുതും? യെസ്, സിമ്പിള്. √15 i പുറത്താണ് എഴുതിയിരിക്കുന്നത്, റൂട്ടിനകത്തല്ല. ദെൻ ഇതിനെയോ? √16 i എന്ന് വരും അല്ലെ. ദെൻ അടുത്ത് നോക്കിക്കേ, മിസ് ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. √4 × √2. √4 × √2നെ നമുക്ക് എങ്ങനെ എഴുതാം? √4 × 2 എന്ന് എഴുതാം. =√8 എന്ന് നമുക്ക് എഴുതാം. എന്താ മിസ് ചെയ്യുക അതവിടെ കൊടുത്തേക്കുന്നത്? എടാ മക്കളെ, ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ റൂട്ടിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു സാധനം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അതായത് √4 × √2 അങ്ങനെ ഒരു ഫോമിൽ വരുമ്പോഴത്തേക്കും അകത്തോട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഓർത്തിരിക്കുക. ദെൻ ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവത്തിലാണ് കിടക്കുന്നത്. എന്താണ്? നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ്. എന്താണ് മിസ്സേ കോംപ്ലക്സ് നമ്പർ? മക്കളെ ഇവിടെ നോക്കിയേ, a+ib ഫോമിലുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താ മിസ് ഈ a+ib ഫോം? എടാ മക്കളെ, ഇപ്പൊ നോക്കിക്കോണം, മിസ് എക്സാമ്പിൾ പറയാം. 2 + 3i. ഇതെന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതായത് ഈ i കൂടെ ഇല്ലാത്ത പാർട്ടിനെ നമ്മൾ വിളിക്കും എന്ത്? റിയൽ പാർട്ട് എന്ന് വിളിക്കും. ഈ i കൂടെയുള്ള പാർട്ടിനെയോ നമ്മൾ വിളിക്കുന്നതാണ് ഇമാജിനറി പാർട്ട്. ഓക്കെ, ഇപ്പം ഇതിൽ ഈ റിയൽ പാർട്ടിനെ നമ്മൾ REZ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇമാജിനറി പാർട്ടിനെ IMZ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൂടെ ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. a+ib ഫോം എങ്ങനെയാ? ഇതാണ്ട് നോക്കിയേ, ഒരു റിയൽ പാർട്ടും പ്ലസ് ഒരു ഇമാജിനറി പാർട്ടും അല്ലേ. ഓക്കെ, ദെൻ ഇന്ന് നോക്കണം, മിസ് ഒരു എക്സാമ്പിൾ തരാം. z = 2 + i5. നോക്കിയേ, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. z = 2 + 5i എന്ന് എഴുതാം, തെറ്റൊന്നുമല്ല. i5 എന്ന് എഴുതിയാലും 5i എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇതിനകത്തുനിന്ന് നമ്മുടെ ചോദിക്കുകയാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എടാ മക്കളെ, i കൂടെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമാജിനറി പാർട്ട്. അപ്പൊ ഇമാജിനറി പാർട്ട് ആരാണ്? 5 ആണ്. മിസ് i എടുത്ത് എഴുതണോ? വേണ്ട, i എടുത്ത് എഴുതണ്ട, 5 മാത്രം എഴുതിയാൽ മതി. ഇനി റിയൽ പാർട്ട് ആരാണ്? i ഇല്ലാത്ത പാർട്ട് ആരാ? നമ്മുടെ 2 ആണ് റിയൽ പാർട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ? ഇനി നോക്കിക്കോണം, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നോക്കിയേ, z എന്ന് പറയുന്നത് a+ib യും z2 എന്ന് പറയുന്നത് c+id എന്ന് നമുക്ക് തന്നേക്കാണ്. എന്നിട്ട് നമ്മളോട് പറയാണ് ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്? ഈക്വൽ ആണെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഈ a എന്ന് പറയുന്നത് cയോട് ഈക്വൽ ആയിരിക്കും, b എന്ന് പറയുന്നത് dയോടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി നോക്കിക്കോണം,
രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് സമ്മ് ചെയ്യണമെങ്കിൽ ഇപ്പം Z1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ A+IB ആണെങ്കിൽ Z2 എന്ന് പറയുന്നത് C+ID ആണെങ്കിൽ ഇവരുടെ സമ്മ് എന്ന് പറയുന്നത് എയും സിയും കൂടെ കൂട്ടുമ്പോൾ ആരെ കിട്ടും? നമ്മുടെ റിയൽ പാർട്ട് കിട്ടും. ബിയും ഡിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഇമാജിനറി പാർട്ട് കിട്ടും. മിസ് ഒരു എക്സാമ്പിൾ തരാം. ഇവിടെ Z1 എന്ന് പറയുന്നത് 2 + 3i ആണെന്ന് കൂട്ടിക്കോ. Z2 എന്ന് പറയുന്നത് 3 + 4i ആണെന്ന് കൂട്ടിക്കും. അപ്പൊ എന്താ Z1 + Z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യം നമ്മൾ നമ്മുടെ റിയൽ പാർട്ടുകളെ തമ്മിൽ കൂട്ടണം. 2 + 3 പ്ലസ് i2 പ്ലസ് എന്താണ് നമ്മുടെ ഇമാജിനറി പാർട്ടുകൾ ആരൊക്കെയാണ്? 3ഉം + 4ഉം ഈക്വൽ ടു എന്ത് വരും മക്കളെ? യെസ്, 5 + 7i എന്ന നമുക്ക് ആൻസർ വരും. 5 + 7i എന്ന് നമുക്ക് ആൻസർ വരും. സിമ്പിൾ അല്ലേ? പക്ക സെറ്റ് ആണല്ലോ. നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? യെസ്. ഇനി അടുത്തത് എടാ മക്കളെ, നമ്മളിപ്പം അഡീഷൻ പറഞ്ഞു കോംപ്ലക്സ് നമ്പേഴ്സിന്. ഇതിന് ജസ്റ്റ് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. എന്താ ഓർത്തിരിക്കുക, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് സമ്മ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഇനി Z1 + Z2 നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് Z എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച്. Z എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ Z കൊണ്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലായിടത്തും Z എന്ന് വരുന്നത്. ഓക്കെ, Z1 + Z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? Z2 + Z1 തന്നെയായിരിക്കും. ഇനി നോക്കിക്കോണം, ഇനി ഒരു സാധനമുണ്ട്. അഡിറ്റീവ് ഐഡന്റിറ്റി അല്ലെങ്കിൽ സീറോ കോംപ്ലക്സ് നമ്പർ. എന്താണ് അഡിറ്റീവ് ഐഡന്റിറ്റി അല്ലെങ്കിൽ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ്? മക്കളെ, ഈ സീറോ കോംപ്ലക്സ് നമ്പർ ആണോ? അതേടാ, ഈ സീറോ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആണ്. ഇതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? കോംപ്ലക്സ് IB ഫോമിൽ A+IB ഫോം വരുമ്പോൾ 0 + I0നെയാണ് നമ്മൾ എന്ത് സീറോ കൊണ്ട് എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? 0 + I0നെയാണ് നമ്മൾ സീറോ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇതിന് വേറൊരു പേരുണ്ട്, എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി. ഇനി നോക്കണം, ഈ നമ്മുടെ സീറോ കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ വേറെ ഏത് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താലും നമുക്ക് ആ ആഡ് ചെയ്യുന്ന കോംപ്ലക്സ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അതായത് Z+0 എന്ന് പറയുന്നത് എന്തായിരിക്കും? Z തന്നെയായിരിക്കും. ഇനി നോക്കണം, Z1, Z2, Z3 എന്ന് പറയുന്ന 3 കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ Z1 + Z2ന്റെ കൂടെ Z3 ആഡ് ചെയ്യുന്നത് Z1ന്റെ കൂടെ Z2 + Z3 ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത പഠിക്കാനുള്ളതാണ്, നോക്കിയേ, അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഓഫ് Z. അതായത് ഇപ്പം Z എന്ന് പറയുന്നത് A+IB ആണെങ്കിൽ നെഗറ്റീവ് ഓഫ് Z എന്ന് പറയുന്നത് ഒന്നുമില്ലടാ മക്കളെ, ഏതാണ്ട് -A - IB ആയിരിക്കും. -A - IB ആയിരിക്കും. നോക്കണം, ഇവർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? യെസ്, നമുക്ക് കിട്ടുന്നത് 0 തന്നെ ആയിരിക്കും. അതാണ് നമ്മളിവിടെ പറയുന്നത് എന്ത്? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ അതിന്റെ നെഗറ്റീവ് ഓഫ് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് അതാണ് 0 ആയിരിക്കും. ഇനി അടുത്ത് നോക്കിക്കേ, ഡിഫറൻസസ് ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിലുള്ള ഡിഫറൻസസ് എഴുതാൻ വേണ്ടിയിട്ട് Z1 - Z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? Z1 + നെഗറ്റീവ് ഓഫ് Z2 തന്നെയായിരിക്കും. ഓക്കെ, അതെന്താണ്? നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ നെഗറ്റീവിനാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. യെസ്, നെഗറ്റീവ് ഓഫ് Z - Z എന്ന് കൊടുക്കുന്നത്. Z1ൽ നിന്ന് Z2 മൈനസ് ചെയ്യുന്നത് എന്താണ്? Z1ന്റെ കൂടെ നെഗറ്റീവ് ഓഫ് Z2 ആഡ് ചെയ്യുന്നതിനോട് തുല്യമാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കേ, നമ്മളിപ്പോൾ 2 കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിഫറൻസ് നോക്കിയാലോ? ഡിഫറൻസസ് എങ്ങനെ എഴുതും മക്കളെ? നമ്മൾ നേരത്തെ അഡിഷൻ ചെയ്തില്ലേ, അതുപോലെ തന്നെ എന്താണ്? ആദ്യം റിയൽ പാർട്ടിൽ നിന്ന് കുറയ്ക്കുക, പ്ലസ് I ഇട്ടു, 3 - 1 -1 വരും. അപ്പൊ എന്താണ്? പ്ലസ് വരും. 3 ഇവിടെ -1 അടക്കുന്നത്. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് അല്ലേ ചെയ്യേണ്ട? -1 വരുമ്പോഴത്തേക്കും +1 വരും. ഈക്വൽ ടു എന്ത് വരും മക്കളെ? 4 + 4i എന്ന് വരും. 4 + 4i എന്ന് വരും. സിമ്പിൾ അല്ലേ? യെസ്. ഇനി എടുത്ത് നോക്കണം, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. 2 കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എടാ, മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 2 കോംപ്ലക്സ് നമ്പർ Z1, Z2 എന്ന് പറഞ്ഞ 2 കോംപ്ലക്സ് നമ്പർ ഉണ്ടായിരുന്നു. ഇവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവരുടെ ആദ്യം എന്ത് ചെയ്യണം? A × C മൈനസ് B × D ചെയ്യണം. അതാണ് നമ്മുടെ റിയൽ പാർട്ട് വരുന്നത്. എന്താണ്? A × C - B × D ആണ് റിയൽ പാർട്ട്. പ്ലസ്
എ ഇൻറ്റു സി മൈനസ് ബി ഇൻറ്റു ഡി റിയൽ പാർട്ട് കിട്ടി, പ്ലസ് നമ്മുടെ ഇമാജിനറിയുടെ ഐ ഇട്ടു. ഇനി നേരെ തിരിച്ച് എ ഇൻറ്റു ഡി പ്ലസ് ബി ഇൻറ്റു സി ചെയ്യണം, ബി ഇൻറ്റു സി ചെയ്യണം. ഇതാണ് നമ്മുടെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. നമുക്കൊന്ന് നമ്പേഴ്സ് വെച്ച് ചെയ്ത് നോക്കിയാലോ. അവിടെ നോക്കിയാൽ Z1 എന്ന് പറയുന്നത് 3+i5 Z2 എന്ന് പറയുന്നത് 3+i6 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ Z1 Z2 കണ്ടുപിടിക്കുന്നത്? ആദ്യം എ സി മൈനസ് ബി ഡി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3 ഇൻറ്റു 2 മൈനസ് 5 ഇൻറ്റു 6 പ്ലസ് അടുത്തെന്താ ഐ എഴുതി എ ഡി പ്ലസ് ബി സി അല്ലെ, 3 ഇൻറ്റു 6 പ്ലസ് 5 ഇൻറ്റു 2 ഈക്വൽ ടു എന്ത് വരും മക്കളെ? 6 മൈനസ് 30 പ്ലസ് ഐ 18 പ്ലസ് 10 എന്ന് വരും. ഈക്വൽ ടു എന്തായിരിക്കും? -24 പ്ലസ് 28 ഐ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. -24 പ്ലസ് 28 ഐ എന്ന് നമുക്ക് ആൻസർ വരും. സിമ്പിൾ അല്ലേ? പക്ക? ഓക്കെ. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഏതൊക്കെയാ നോക്കിയാലോ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും. Z1 ഇൻറ്റു Z2 എന്ന് പറയുന്നത് Z2 ഇൻറ്റു Z2 ആയിരിക്കും, Z1 ആയിരിക്കും. Z1 ഇൻറ്റു Z2നെ നമ്മൾ Z3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ Z1നെ Z2ന്റെയും Z3യുടെയും നമ്മൾ കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൻസറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നോക്കണം. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ്, നമ്മൾ നേരത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ സീറോ കോംപ്ലക്സ് നമ്പർ എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. മക്കളെ, ഈ 1 പ്ലസ് i0 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് വിളിക്കുന്നത്. ഇവരെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? 1 കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. എങ്ങനെ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? 1 കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. എന്താ വിളിക്കുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് വിളിക്കും. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് എന്ത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്? ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ നോക്കുക, Z ഈക്വൽ ടു a പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ, അല്ലെങ്കിൽ Z ഈക്വൽ ടു a പ്ലസ് ഐ ബി എന്നോ Z ഈക്വൽ ടു a പ്ലസ് ബി ഐ എന്നോ നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ. അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് a/a² പ്ലസ് b² പ്ലസ് i മൈനസ് b പ്ലസ് a² പ്ലസ് b² ആയിരിക്കും. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 1/z എന്ന്, അല്ലെങ്കിൽ എന്താണ് Z റേസ് ടു -1 എന്നാണ് നമ്മൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് വരുന്നുള്ളൂ. ബട്ട് ഓർത്തിരിക്കാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഇക്വേഷൻ ഏതാണെന്ന് നമുക്ക് വരുന്നതേ ഉള്ളൂ. അതിനു മുന്നേ നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ്? കോൺജുഗേറ്റ് ആണ് ആദ്യത്തേത്. കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ മക്കളെ, a പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? a മൈനസ് ഐ ബി ആയിരിക്കും. അതായത് ഇവിടെ ഈ നടുക്കത്തെ സൈനില്ലേ, അതിനെ നമ്മളൊന്ന് റിവേഴ്സ് ചെയ്താൽ മതി. നടുക്കത്തെ സൈനിനെ മാത്രം നമ്മൾ റിവേഴ്സ് ചെയ്താൽ മതി. അതിനാണ് നമ്മൾ കോൺജുഗേറ്റ് എന്ന് വിളിക്കുന്നത്. കോൺജുഗേറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Z ഇട്ടിട്ട് താണ്ട മേളിൽ ഇങ്ങനെ ഒരു വരാം. ഇതാണ് കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സൈൻ വരുന്നത്. അപ്പൊ നമ്മൾ കോൺജുഗേറ്റ് കുറച്ച് എണ്ണത്തിന് കണ്ടുപിടിച്ചാലോ? യെസ്, 3 + 2i കോൺജുഗേറ്റ് എന്താണ്? കോൺജുഗേറ്റ് 3 - 2i ആയിരിക്കും അല്ലെ? 3 - 2i ആയിരിക്കും. ഇനി 4 + 3iയുടെയോ? 4 - 3i ആയിരിക്കും. മിസ്സേ, അപ്പൊ 7 - 4i എന്തായിരിക്കും? അത് നമുക്ക് നോക്കാടാ. അതാണ് നോക്കിയ 7 - 4i വരുന്നത് എന്താണ്? 7 + 4i ആയിരിക്കും. ഇനി നോക്കിക്കേ -8 - 6i അതിന്റെ എങ്ങനെ വരും? എടാ മക്കളെ, നമ്മൾ ഈ മൈനസിനെ നമ്മൾ നോക്കണ്ട, നമ്മൾ ഈ നടുക്കിടക്കുന്ന മൈനസിനെ മാത്രം നോക്കിയാൽ മതി. അപ്പൊ എന്താണ്? -8 + 6i എന്ന് വരും. -8 + 6i എന്ന് വരും കോൺജുഗേറ്റ്. സിമ്പിൾ അല്ലേ? പക്ക? ഇനി എടുത്ത് നോക്കിയേ. യെസ്, മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ. അപ്പം നമ്മൾ കോൺജുഗേറ്റ് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ചാൽ ഇപ്പം Z ഈക്വൽ ടു a പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, a² + b² ആയിരിക്കും. a പ്ലസ് ഐ ബി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് √a² + b² ആയിരിക്കും.
ഓക്കെ, ഇനി മോഡുലസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? യെസ്, ഇതാണ് മോഡുലസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, മോഡുലസിനകത്ത് ഇസഡ് ഇടുന്നു, മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ വരുന്നത്, എടാ മക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ എ പ്ലസ് ഐ ബിയുടെ ഇക്വേഷൻ വരുന്നത് എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു മൈനസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ഇതിനെ നമുക്ക് നോക്കിയാൽ അടിയിലത്തെ രണ്ടെണ്ണവും ഓക്കെ കോമൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എ മൈനസ് ഐ ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതില്ലേ? ഇവിടെ നോക്കിയേ, ഈ എ പ്ലസ് ഐ ബിയുടെ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബിയുടെ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബിയുടെ ഇൻവേഴ്സിന്റെ ആണ് ഇക്വേഷനാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന എന്താണ്? കോൺജുഗേറ്റ് അല്ലേ? കോൺജുഗേറ്റ് അല്ലേ എ മൈനസ് ഐ ബി എന്ന് പറയുന്നത്? ഇനി താഴത്തെ നോക്കിക്കേ, ഈ താഴെ കൊടുത്തേക്കുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസിന്റെ സ്ക്വയർ അല്ലേ? മോഡുലസിന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡുലസിന്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? മോഡുലസിന്റെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ മോഡുലസ് എന്ന് പറയുന്നത് നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ മോഡുലസിന്റെ സ്ക്വയർ എന്തായിരിക്കും? മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ മോഡുലസിന്റെ സ്ക്വയർ എന്തായിരിക്കും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും അല്ലെ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ആദ്യം നമുക്ക് മോഡുലസ് കണ്ടുപിടിക്കാനുള്ളത് നോക്കിയിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ പ്രോബ്ലം ചെയ്യാം. അപ്പൊ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മോഡുലസ് എന്ന് പറയുന്നത് റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരുന്നു അല്ലേ? അപ്പൊ നോക്കിയേ, ഇതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? റൂട്ട് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് വരും അല്ലെ? ഈക്വൽ ടു എന്തായിരുന്നത്? റൂട്ട് 9 പ്ലസ് 4, അതായത് റൂട്ട് 13 വരും. ഇനി ഇവിടെയോ? ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ വരുന്നത്? റൂട്ട് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് വരും. ഈക്വൽ ടു എന്താ വരുന്നത്? 16 പ്ലസ് 9 ഈക്വൽ ടു എന്ത് വരും മക്കളെ? യെസ്, റൂട്ട് 25 ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും മോഡുലസ്. ഇനി നോക്കിക്കോണം, ഇനി മിസ് പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ഈ ഒരു ഇക്വേഷൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, പ്രത്യേകിച്ച് കണ്ട് ഈ ഒരു ഇക്വേഷൻ, എനിക്കറിയാം ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നേരത്തെ പഠിച്ചതായിരിക്കും, എങ്കിലും ഇതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, പ്രത്യേകിച്ച് ഈ ഇക്വേഷനാ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നോക്കിയാലോ? യെസ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നോക്കിക്കോണം, ഇതാണ് നമ്മുടെ ഇസഡ് തന്നിരിക്കുന്നത്. അപ്പം കോൺജുഗേറ്റ് എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡുലസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ആദ്യം കോൺജുഗേറ്റ് കണ്ടുപിടിക്കാം. കോൺജുഗേറ്റ് എന്തായിരിക്കും മക്കളെ? ഏതാണ്ട് 4 പ്ലസ് 3i ആയിരിക്കും നമ്മുടെ കോൺജുഗേറ്റ് വരുന്നത്. ഇനി മോഡുലസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് ഇരിക്കുന്നത്. മോഡുലസിന്റെ ഇക്വേഷൻ എന്താണ്? റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ മോഡുലസ് സ്ക്വയറിന്റെയോ? യെസ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ? 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ് നമ്മുടെ മോഡുലസിന്റെ സ്ക്വയർ വരുന്നത്. എത്ര വരും? യെസ്, 25 വരും അല്ലെ? 25 വരും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 4 പ്ലസ് 3i ബൈ 25 എന്ന് വരും. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല, ഇതുകൊണ്ട് നിർത്തരുത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റണം. എന്താണ്? എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റണം. അതായത് 4/25 പ്ലസ് ഐ 3/25 എന്നിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. അപ്പൊ എന്താണ്? എ പ്ലസ് ഐ ബി എന്ന ഫോമിലേക്ക് നമ്മൾ മാറ്റി. ഇനി നമുക്ക് ഒരു ടോപ്പിക് കൂടെ ഉണ്ട്, ഡിവിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. 2 കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിവിഷൻ. അപ്പൊ നോക്കിയേ, ഡിവിഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നോക്കണം, Z1 ബൈ Z2 നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, Z1 ഇൻറ്റു 1/Z2 എന്നും നമുക്ക് എഴുതാം. ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മള് ഇപ്പം കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അത് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ അറിയോ? 1 മാർക്കിന് ഐയുടെ പവർ എന്താന്ന് ചോദിക്കും. ഐയുടെ പവർ കൺസിഡർ ചെയ്യണമെങ്കിൽ നോക്കിയേ, ആദ്യം ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. നോക്കണം, ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഐ റേസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്? ഐ റേസ് ടു 0 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്,
പറഞ്ഞു. ഇനി അതുപോലെ തന്നെ i⁻1 എന്തായിരിക്കും? i⁻1 എന്ന് പറയുന്നത് ഈക്വൽ ടു i തന്നെയായിരിക്കും. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടെന്നാ i⁻3. i⁻3 എന്ന് പറയുന്നത് -i ആണ്. അപ്പൊ നോക്കിക്കോണം മിസ്സേ, i⁻11, i⁻−18, i⁻16 ഇതൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എടാ, നമ്മൾ അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ 4ന്റെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് പ്ലസ് 0 അല്ലെങ്കിൽ +1 അല്ലെങ്കിൽ ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, i⁻16 ഇതിനെ നമുക്ക് 4ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ട് എഴുതുമ്പോൾ ഇത് വരും 4 × 4 + 0 അല്ലേ എന്ത് നമ്മുടെ i⁻16. അതായത് എന്നിട്ട് നമ്മൾ നോക്കണം, താണ്ട ഈ ഒരു സൈഡിലെ എമൗണ്ട് നോക്കണം. അതായത് ഈ ഒരു സൈഡിൽ ഏതാ കിടക്കുന്നത്? എമൗണ്ട് അല്ല, ഈ ഒരു സൈഡിലെ ഫിഗർ ഏതാ നോക്കണം. 0 അല്ലേ കിടക്കുന്നത്. ഇനി ഈ ഒരു പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഇവിടെ എന്താണ് വരുന്നത് അത് കൺസിഡർ ചെയ്യുക. അപ്പം i⁻0 എന്താന്ന് നോക്കുക. i⁻0 എന്താണ്? ഈക്വൽ ടു 1 ആണ് അല്ലെ. i⁻0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എന്ത് വരും? i⁻16 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 എന്ന് വരും. സിമ്പിൾ ആണോ? അതായത് ഇവിടെ നോക്കിയേ, 4k + 0 എന്ന ഫോമിലാണെങ്കിൽ ദാണ്ടെ ഇവിടെ 0, i⁻0ന്റെ വാല്യൂ ആയിരിക്കും വരുന്നത് 1. ഇവിടെ 1 ആണെങ്കിലോ 4k + 1 എന്നാണ് വരികയാണെങ്കിലോ i⁻1ന്റെ ഇതായിരിക്കും വരുന്നത് i വരും. ഇനി 4k + 2 ആണെങ്കിലോ i⁻2ന്റെ വാല്യൂ ആയിരിക്കും വരുന്നത് ഏതാ? -1. ഇനി 3 ആണെങ്കിൽ എന്ത് വരും? -i വരും. അപ്പൊ നോക്കിയേ, ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഒന്നായിട്ട് നോക്കിക്കേ, i⁻11 എന്ന് പറയുന്നത് എന്താണ്? യെസ്, i⁻8 പ്ലസ് എന്താണ്? 3 അല്ലേ. അതായത് i⁻4 × 2 + 3 ആണ്. ഇവിടെ നോക്കിയേ, ഈ 3നെ മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്താൽ മതി. മിസ് ഇവിടുത്തെ ഒന്ന് വായിക്കുകയാണേ. അപ്പോഴത്തേക്കും ഈക്വൽ ടു എന്ത് വരും? i⁻3 എന്ന് പറയുന്നത് എന്താണ്? യെസ്, -i അല്ലേ. നോക്കിയേ, -i അല്ലേ വരുന്നത്. സോ അപ്പൊ എന്തായിരിക്കും നമ്മുടെ i⁻11 എന്ന് പറയുന്നത്? -i ആയിരിക്കും. ഇനി നോക്കിക്കോണം, ഇനി വരുന്ന നോക്കിയേ, i⁻−18 വരുന്നുണ്ട്. എടാ ഇവിടെ നോക്കിക്കോണം, ഇപ്പൊ നമ്മള് 8, 9, 10, 11, 12, 13, 14 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുത്തപ്പോഴത്തേക്കും ഇതില് ഇപ്പൊ ഈ 11ന്റെ കേസ് നമ്മളിപ്പോ ചെയ്തില്ലേ, 11ന്റെ എടുത്തപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു? 11ന്റെ ഈ സൈഡിലേക്കുള്ള 4ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഏതാണോ അതിനെയാണ് നമ്മൾ നോക്കിയത്. കാരണം 11 പോസിറ്റീവ് ആണ്, ഈ സൈഡിലേക്കുള്ളതിന്റെ നോക്കി. എന്നാൽ നെഗറ്റീവ് വരുമ്പോഴത്തേക്കും, നെഗറ്റീവ് വാല്യൂസ് വരുമ്പം, അതായത് ഇപ്പം -18, -19, -20, -21, -17, -16, -15 ഒക്കെ വരുമ്പം ഇവിടെ നമ്മൾ ഏതാണ്? -18 അല്ലേ. ഇതിനകത്തോട്ട് നമ്മൾ ഈ സൈഡിലേക്കുള്ള വാല്യൂ വേണം നോക്കാനായിട്ട്. ഏതാണ്? യെസ്, നമ്മുടെ -20 ആണല്ലേ. അപ്പൊ നമ്മൾ ഈ i⁻−18 നമുക്ക് എങ്ങനെ എഴുതാം? i⁻4 × -5 + 2 അല്ലേ. 4 × -5 + 2 അല്ലേ വരുന്നത് -18. യെസ്, ഈക്വൽ ടു നമുക്ക് ഏതാണ് വരുന്നത്? i⁻2 അല്ലേ. i⁻2ന്റെ വാല്യൂ ഏതാണ് മക്കളെ? -1 അല്ലേ വരുന്നത്. -1 വരും. അപ്പൊ നോക്കിയേ, ഏതാണ്? -1 വന്നു. ഇനി ഇതിന്റെയോ i⁻−39 വരുവാണെങ്കിലോ എന്ത് വരും? i⁻4 × -10 + 1 വരും. അപ്പൊ i⁻1 എന്താണ്? i⁻1 i തന്നെയാണ് അല്ലെ. i⁻1 i തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, നമ്മള് i⁻−39 = i എന്ന് നമുക്ക് കിട്ടും. സോ അതോടെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മളൊന്ന് കവർ ചെയ്തു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തെ എല്ലാ പ്രോബ്ലംസും ഒന്ന് കവർ ചെയ്ത് നോക്കുക.
എന്നിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇക്വേഷൻ ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും കോൺസെപ്റ്റും എല്ലാം ഇക്വേഷൻ ബുക്കായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം മിസ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.